വയനാട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോയിട്ടുണ്ട്. പ്രസിദ്ധമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ, റിസോർട്ടുകളിൽ അങ്ങനെയൊക്കെ. പക്ഷെ പഴയ കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന തെങ്ങുകളും വയലുകളുമുള്ള വയനാട് ഗ്രാമങ്ങളെ പലരും കാണാറില്ല. ഇന്നത്തെ എൻ്റെ യാത്ര പനവള്ളി എന്ന അതിമനോഹരമായ ഒരു വയനാട് ഗ്രാമത്തിലേക്കാണ്. ഹലോ ഗൈസ്, മറ്റൊരു യാത്രയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാൽച്ചുരത്തിൻ്റെ ഒത്തനടുക്ക് ഒരു ചായക്കടയുണ്ട്. അവിടെ നിന്നും കട്ടൻ ചായയും കല്ലുമ്മക്കായും കഴിച്ചുകൊണ്ടാണ് യാത്രയുടെ ആരംഭം. തിരക്കു പിടിച്ച ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ശാന്തത തേടിയുള്ള ഒരു യാത്രയാണിത്. അതുകൊണ്ട് തന്നെ മനോഹരമായ പ്രകൃതിയിലേക്ക് നോക്കി മുഹബത്ത് നിറഞ്ഞ ഈ കട്ടൻ ചായ കുടിച്ചപ്പോൾ തന്നെ മനസ്സൊന്ന് ശാന്തമായി. മാനന്തവാടി എത്തിയപ്പോഴേക്കും ഇരുട്ടായി കഴിഞ്ഞിരുന്നു. ഇന്നിവിടെ താമസിച്ച് രാവിലെയാണ് ബാക്കി യാത്ര. പനവള്ളി എത്തിക്കഴിഞ്ഞു. കാട്ടിക്കുളത്തിനും അപ്പപ്പാറയ്ക്കും ഇടയിലാണ് പനവള്ളി. ഇവിടെ നിന്നും ഏകദേശം 8 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ തിരുനെല്ലിക്കടുത്തായുള്ള സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നെത്തറ എന്ന മറ്റൊരു മനോഹരമായ ഗ്രാമത്തിലേക്കും എത്താം. പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ബാഗുകളാണിത്. കൈകൊണ്ട് മറിഞ്ഞെടുക്കുന്ന ഇത്തരം ബാഗുകൾക്ക് ഒരുപാട് കഥകൾ പറയുവാനുണ്ടാവും. ഒരു നൊസ്റ്റാൾജിക് കാലഘട്ടത്തിലേക്കാണ് ഈ ബാഗുകൾ നമ്മളെ കൂട്ടിക്കൊണ്ടു ചെല്ലുന്നത്. നട്ടുച്ചവയലിലും പാടത്ത് പണിയെടുക്കുന്ന കർഷകരുടെ വിശപ്പിന്റെയും രുചിയുടെയും ദാരിദ്ര്യത്തിന്റെയും കഥകളെറിയുന്ന ബാഗുകളാണവ. പനവള്ളി കൂടുതൽ സുന്ദരിയാകുന്നത് മഴക്കാലത്താണ്. പച്ചപ്പതച്ച നെൽപ്പാടങ്ങളും നെൽപ്പാടങ്ങൾക്ക് അതിരിട്ട് നിൽക്കുന്ന ബ്രഹ്മഗിരിയും പനവള്ളിയുടെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന കുഞ്ഞുപുഴയും പുഴയോരത്തെ മൺപാതയും ഒക്കെ കൂടി അതീവ സുന്ദരിയാണ് മഴക്കാലത്ത് പനവള്ളി. നിക്കറിട്ട പയ്യനും പയ്യനോട് കൊഞ്ചിക്കൊഴിയുന്ന നായയും അവർ ഓടിക്കളിക്കുന്ന നീണ്ടുവളഞ്ഞ മൺപാതയും പാതയോരത്തെ തെങ്ങും നമ്മളെ കൂട്ടിക്കൊണ്ടു ചെല്ലുന്നത് ലാളിത്യം നിറഞ്ഞ നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്കാണ്. ഇങ്ങനെ മനസ്സ് നിറയ്ക്കുന്ന മനോഹരമായ ഒരുപാട് ഗ്രാമക്കാഴ്ചകളുള്ള ഒരു നാട് കൂടിയാണ് വയനാട്. ലാളിത്യത്തോടെ ജീവിക്കുന്ന നിഷ്കളങ്കരായ ഒരുപാട് പച്ച മനുഷ്യർ ജീവിക്കുന്ന ഒരിടം. ഞാൻ മിസ്റ്റർ പുഴക്കര. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു നാടിൻ്റെ കഥയുമായി ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ, ബൈ ബൈ.